127 സങ്കീർത്തനം 3-ാം വാക്യം മുതൽ 5-ാം വാക്യം വരെ. മക്കൾ യഹോവ നൽകുന്ന അവകാശവും, മക്കൾ യഹോവ നൽകുന്ന അവകാശവും, ഉദരഫലം അവൻ തരുന്ന പ്രതിഫലവും തന്നെ. വീരന്റെ കയ്യിലെ അസ്ത്രങ്ങൾ എങ്ങനെയോ അങ്ങനെയാകുന്നു യൗവനത്തിലെ മക്കൾ. ശ്രദ്ധിച്ച് കേൾക്കണമേ. അവയെ കൊണ്ട് തന്റെ ആവനാഴി നിറച്ചിരിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. നഗരവാതിൽക്കൽ വെച്ച് ശത്രുക്കളോട് സംസാരിക്കുമ്പോൾ അങ്ങനെയുള്ളവർ ലജ്ജിച്ചു പോകയില്ല. ഹല്ലേലൂയ. കരങ്ങളെ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. 128-ാം സങ്കീർത്തനം കൂടെ നമുക്കൊന്ന് വായിച്ചു കേൾക്കാം. യഹോവയെ ഭയപ്പെട്ട് അവന്റെ വഴികളിൽ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ. നിന്റെ കൈകളുടെ അധ്വാന ഫലം നീ തിന്നും, നീ ഭാഗ്യവാൻ, നിനക്ക് നന്മ വരും. കരങ്ങളെ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്തേ. നിന്റെ കൈകളുടെ അധ്വാന ഫലം നീ തിന്നും, നീ ഭാഗ്യവാൻ, നിനക്ക് നന്മ വരും. നമ്മുടെ അധ്വാനത്തിന്റെ ഫലം അനുഭവിപ്പാൻ ആർക്കൊക്കെ കൃപ ലഭിച്ചോ അവർ ഭാഗ്യവാന്മാരാ. ഹല്ലേലൂയ. നമ്മുടെ മക്കൾ നമ്മുടെ ഉദരത്തിന്റെ ഫലമാണ്, ദൈവം തരുന്ന അവകാശമാണ്. ഈ അവകാശത്തിന്റെ ഫലം അനുഭവിക്കേണ്ടത് നമ്മുടെ അവകാശമാണ്. മക്കളുടെ നന്മ അനുഭവിക്കേണ്ടത് നമ്മുടെ അവകാശമാണ്. ഹല്ലേലൂയ. ഇത് പറയുമ്പോൾ, ഈ ശുശ്രൂഷ ഇവിടെ നടക്കുമ്പോൾ ആരെങ്കിലും തലമുറകൾ ഇല്ലാതെ ഭാരപ്പെടുന്നെങ്കിൽ യേശുവിന്റെ നാമത്തിൽ ഈ ശുശ്രൂഷ ആശീർവാദം പറയുന്നതിന് മുന്നേ തന്നെ നിന്റെ ഉദരത്തെ തൊടാൻ ഈ ദൈവം ശക്തനാ. കൃപ ലഭിച്ചവർക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഇത് വിശ്വസിക്കാൻ കൃപ ലഭിച്ചവർക്കായി ഹല്ലേലൂയ. ഈ ശുശ്രൂഷ ഇവിടെ നടക്കുമ്പോൾ തന്നെ വിദൂരതകളിൽ ദൈവപ്രവൃത്തി നടക്കും. ഹല്ലേലൂയ. നമ്മുടെ ദൈവം അവൻ അത്ഭുതങ്ങളുടെ ദൈവമാകിയാൽ, അവൻ അതിശയം പ്രവർത്തിക്കുന്ന ദൈവമാകിയാൽ, ഹല്ലേലൂയ, ഇന്ന് പകലിലും അവൻ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവമാണ്. നിന്റെ കൈകളുടെ അധ്വാന ഫലം നീ തിന്നും, നീ ഭാഗ്യവാൻ, നിനക്ക് നന്മ വരും. കരങ്ങൾ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. താഴേക്ക് നാം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നു, നിന്റെ ഭാര്യ നിന്റെ വീട്ടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി പോലെ. നിന്റെ ഭാര്യ ആരാ? വീടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി. ഹല്ലേലൂയ. എന്താ മുന്തിരിവള്ളിയുടെ പ്രത്യേകത എന്നറിയാമോ? നിന്നെ ആശ്വസിപ്പിക്കുന്ന, നിനക്ക് സന്തോഷം തരുന്ന ചാറ് മുന്തിരിയിലുണ്ട്. നിനക്കുന്മേഷം തരുന്ന എസൻസ് മുന്തിരിക്കകത്തുണ്ട്. നിന്റെ ഭാര്യ നിന്റെ വീടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി. ഹല്ലേലൂയ. അത് വിശ്വസിക്കുന്നവർക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഹല്ലേലൂയ. ആമേൻ. ഫലം കായ്ക്കാൻ നാം എന്ത് ചെയ്യണം? അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം. എപ്പോഴും എന്ത് ചെയ്യാൻ പാടില്ല? കുറ്റപ്പെടുത്താൻ പാടില്ല. ഞാൻ ഉൾപ്പെടെ പ്രതികൂട്ടി നിർത്തി ഞാനൊന്ന് പറയുക, എന്നോട് ആരും പിണങ്ങരുത്. ഹല്ലേലൂയ. നിന്റെ ഭാര്യയുടെ യഥാർത്ഥ വില എന്താണെന്ന് ഇന്ന് പകലിൽ നീ തിരിച്ചറിയണം. ഞാൻ പറയാറുണ്ട്, ഫേസ്ബുക്കിൽ ഒരു 5000 ഫ്രണ്ട്സ് കാണും, വാട്സപ്പിൽ 2000 ഫ്രണ്ട്സ് കാണും. പക്ഷേ ഞാനും നിങ്ങളും ICUവിൽ കിടക്കുമ്പോൾ ആ വാതിൽക്കൽ നിന്ന് കരയാൻ ഈ ഫ്രണ്ട്സ് ആരും കാണത്തില്ല, നിന്റെ ഭാര്യയല്ലാതെ. ഹല്ലേലൂയ. ഞാൻ വിളിച്ചു പറയുക, ഒത്തിരി വിഷമങ്ങൾ ഉള്ളിൽ ഒതുക്കിയിരിക്കുന്ന ഒരു കൂട്ടമായവർ മനസ്സിലാക്കുക, തിരിച്ചറിയുക, അവൻ സ്നേഹിക്കുക, കരുതുക. ഹല്ലേലൂയ. ഇങ്ങനെ ഇരിക്കുന്നതേ ഉള്ളൂ. മനസ്സിനകത്ത് 100 പ്രയാസങ്ങൾ, പ്രതിസന്ധി കൊണ്ട് നടക്കുന്നവരാ. ഹല്ലേലൂയ. ആമേൻ. ആ ഭാര്യ അങ്ങനെയുള്ള ഫലപ്രദമായ മുന്തിരിവള്ളി. ആനന്ദകരമായ ഒരു കുടുംബ ജീവിതത്തെ കുറിച്ച് സങ്കീർത്തനക്കാരൻ പറയുക. താഴേക്ക് വായിക്കുമ്പോൾ, നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെയും ഇരിക്കും. നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെ ഇരിക്കും. എന്താ ഒലിവ് തൈകളുടെ പ്രത്യേകത എന്നറിയാമോ? ഒലിവ് തൈകളുടെ പ്രത്യേകത എണ്ണത്തിലധികം ഇങ്ങനെ വർദ്ധിച്ചു കയറുന്ന ഒലിവ് തൈകൾ. ഹല്ലേലൂയ. അതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഒരു തൈക്ക് ഒരു കേട് വന്നാലും, ഒന്ന് മറിയേണ്ട വന്നാലും, ഒന്ന് കാറ്റടിച്ചു മറിഞ്ഞാലും അടുത്ത തൈയുടെ മേലാ നിൽക്കുന്നത്, വീഴത്തില്ല. ഓ ഹല്ലേലൂയ. എൻ്റെ കൂടെ വരുന്നവർക്കായി ദൈവത്തിന്റെ സ്തോത്രം. ഞാൻ വിളിച്ചു പറയാം, നിന്റെ മക്കൾ നിന്നെ താങ്ങുന്നവരായി മാറും.
നീ വീണു പോകാൻ അവൻ അനുവദിക്കത്തില്ല. കൃപ ലഭിച്ചവർക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുക. നീ തകർന്നാലും നീ തളർന്നാലും നിന്റെ മക്കൾ നിന്നെ താങ്ങും. കാരണം എന്താ? ഇത് കൃപയാണ്. ഉദരബലം നിന്റെ അവകാശമാണ്. തിരിച്ചറിയാൻ കൃപ ലഭിച്ച ദൈവമക്കൾ റമന ശദാര റിഖാലാബ ശമനാദാര വൈഡമന ശംദാരിഗർദാനിയ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തലമുറ വഴിതെറ്റി പോകത്തില്ല. ദൈവകൃപയിൽ നിർത്ത്. തലമുറ പിന്മാറി പോകത്തില്ല. നീ പ്രാർത്ഥിക്ക്. തലമുറയെ ദൈവകരങ്ങളിൽ കൊടുക്ക്. ഇന്ന് പകലിൽ ദൈവ മക്കളുടെ അവകാശമാണ് തലമുറകളെങ്കിൽ